വായിക്കുന്നൊരു രാഷ്ട്രീയ നേതാവ് വരുമ്പം എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക എന്നൊരു വലിയ ചിന്തയുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. വി.ഡി. സതീശൻ എന്ന നേതാവിൽ കേരളം വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയില്ല എത്ര കാലമായിട്ട് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് താങ്കളുടെ വായനയെക്കുറിച്ച്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അത് പുറത്തറിഞ്ഞത്. അതിന് മുന്നേ വായിച്ചു തുടങ്ങിയും അറിഞ്ഞത് അങ്ങനെയാണ്. അറിഞ്ഞതോടുകൂടി അതൊരു പ്രതീക്ഷയാണ്. വായിക്കുന്നയാളിൽ നിന്നുള്ള മനോഭാവത്തിൽ, ചിന്തയുടെ മനോഭാവത്തിൽ, സാമൂഹിക ഇടപെടലിൻ്റെ മനോഭാവത്തിൽ അതൊരു ഭാരമായിട്ട് തോന്നി തുടങ്ങിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ വായിക്കുന്ന അറിയുന്നത് സുധീറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എനിക്ക് അതറിയില്ല, ഞാൻ വേറൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ചെന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് അങ്ങ് തുടങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പം നല്ല ഓഡിയൻസും ആയിരുന്നു, നല്ല റെസ്പോണ്ട് ചെയ്യുന്നൊരു ഓഡിയൻസും ആയിരുന്നു. ഞാൻ 66 മിനിറ്റ് സംസാരിച്ചു. അത് വലിയ വൈറലായപ്പോഴാണ് ഞാൻ വായിക്കുന്ന ആളുകൾ അറിയണം. അതൊക്കെ എല്ലാവരും സ്വകാര്യമായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ്. ഈ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കൺവിക്ഷൻസ്, നമ്മുടെ ബോധ്യങ്ങൾ ഉണ്ടാകണം. നമ്മൾ ആ കൺവിക്ഷൻസിൽ നിന്നാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഇപ്പം നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒരാൾ നമ്മളെ മിസ്ലീഡ് ചെയ്താൽ, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, എല്ലാ ഉദ്യോഗസ്ഥരും മിസ്ലീഡ് ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം, ബ്യൂറോക്രാറ്റ്സ് ആരെങ്കിലും വന്ന് നമ്മുടെ മുമ്പിൽ ഒരു ഫയൽ കാണിച്ചിട്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതാണ് അവസാനം എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നമ്മൾ അയാളോട് 3 ചോദ്യങ്ങളെങ്കിലും ചോദിക്കും. അതെന്താ ഇങ്ങനെ വന്നത്? പിന്നെ ഇപ്പോൾ ഒരു നിയമനിർമ്മാണം നിയമസഭയിൽ നടക്കുകയാണ്. ഇപ്പം ഞാൻ നിയമനിർമ്മാണം നടക്കുമ്പോൾ, ഇപ്പോൾ കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണ് ഒരു നിയമനിർമ്മാണം നടക്കണമെങ്കിൽ ഞാൻ കശുവണ്ടി തൊഴിലാളിയാവും. എന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ നിയമം വന്നാൽ എനിക്ക് വല്ല ദോഷവും പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾക്ക് എന്തെങ്കിലും നിഷേധം ഉണ്ടാവുമോ? ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ടൊരു സാധനം ഇതിനകത്ത് ഇല്ലാതെ പോയോ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ കശുവണ്ടി തൊഴിലാളി ആരാണെന്ന് അറിയണം. കശുവണ്ടി തൊഴിലാളി അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് ഞാൻ അറിയണം. അപ്പോൾ അതിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാക്കാൻ പോകുന്നത് കേരളം ഒരു വൃദ്ധസദനമായി മാറും.